ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിലേഷൻസ്, അമൻസാലിസം, കമൻസാലിസം, മ്യൂച്വലിസം, പിന്നെന്തൊക്കെ അറിയാം, പ്രിഡേഷൻ, പാരസൈറ്റിസം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്ന് പ്ലസ് മൈനസ് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ എക്സാമ്പിൾ ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് നമുക്ക് ലോജിക്കൊന്നുമില്ല. ഇപ്പോൾ സക്കർ ഫിഷിനെയും ഷാർക്കിനെയും കാണാത്ത ഒരാളെ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലോജിക്കൊന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലേ. ഷാർക്കിൻ്റെ അണ്ടറിലല്ലേ സക്കർ ഫിഷ് ഇങ്ങനെ ഒട്ടിയിരിക്കും അല്ലേ, സക്കർ അറിയാമല്ലോ അല്ലേ. അപ്പോൾ അത് കൊണ്ട് ആർക്ക് ഗുണവും ഇല്ല, ഷാർക്കിന് പ്രത്യേകിച്ച് ഗുണവും ഇല്ല ദോഷവും ഇല്ല. പക്ഷേ ഈ സക്കർ ഫിഷിന് എന്തുണ്ടാവും, അതിൻ്റെ ന്യൂട്രിയൻസ് കിട്ടും, ഷെൽട്ടർ കിട്ടും. സോ ഒരാൾക്ക് ഗുണവും മറ്റൊരാൾക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ അതിനെ നമ്മൾ കമൻസാലിസം എന്നും, ഒരാൾക്ക് ദോഷവും മറ്റൊരാൾക്ക് ഒരു ഗുണവും ഇല്ല, അതാണ് എന്താ അമൻസാലിസം. ഫോർ എക്സാമ്പിൾ, എ ലാർജ് ട്രീ നിൽക്കുന്നു, അതിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു, ചെറിയ കുറച്ച് ചെടികൾ നിൽക്കുന്നു. ഈ ലാർജ് ട്രീ നിൽക്കുന്ന കാരണം ഈ ചെടികൾ മേലോട്ട് എന്ത് ചെയ്യില്ല, വളരില്ല. ബട്ട് ആ ലാർജ് ട്രീക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അതുമില്ല. ക്ലിയർ? അപ്പോൾ അതാണ് എന്ത്, അമൻസാലിസം. പിന്നെ മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്, രണ്ടുപേർക്കും. അപ്പോൾ കോറൽസും കോറൽ പൊളീപ്സിൻ്റെ കാര്യം, കോറൽ റീഫ്സിനകത്ത് അത് ഈ മ്യൂച്വലിസത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ്. അത് രണ്ടുപേരും ഇല്ലാതെ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആവും അല്ലേ. അപ്പോൾ അതറിയാമല്ലോ, ജസ്റ്റ് ഒന്ന് പഠിക്കുക. എൻ്റെ ആൻസർ എന്താണ്, 9 സി ആണ്, എല്ലാം ശരിയാണ്. ഓക്കെ. അമൻസാലിസത്തിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, പ്രിഡേഷൻ എക്സാമ്പിൾ എന്തൊക്കെയാണ്. പ്രിഡേഷനൊക്കെ പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പ്രിഡേഷൻ്റെ പ്രത്യേകത എന്താ, പ്ലസ് മൈനസ്. ഈ പാരസൈറ്റിസവും പ്രിഡേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ, പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹോസ്റ്റിൽ തന്നെയാണത് ജീവിക്കുന്നത്. രണ്ടും സെയിം അല്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷൻ പറയുന്നത് സെയിമാണ്. പാരസൈറ്റിസവും ഒന്ന് പ്ലസും മറ്റൊന്ന് മൈനസും ആണ്, പ്രിഡേഷൻ ഒന്ന് പ്ലസും മറ്റൊന്ന് മൈനസും ആണ്. പക്ഷേ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടു, പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത് ജീവിക്കുന്നത്. മനസ്സിലായോ? ആൻഡ് ദർ ഈസ് വൺ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കട്ടെ ആരൊക്കെ അതെങ്ങനെ ചിന്തിച്ചതെന്ന്. അത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ UPSC ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. യെസ്, ഇത് കണ്ടോ, ഇതെങ്ങനെയാണ് ചിന്തിക്കുക, ഇത് തെറ്റിച്ചവരെന്ന് പറഞ്ഞേ. ഇതിൻ്റെ ആൻസർ വരേണ്ടത് D ആണ്, 10. 10ൻ്റെ ആൻസർ വരേണ്ടത് D ആണ്. ഇത് തെറ്റിച്ചവർ എത്ര പേരുണ്ട് കൈ നോക്കിക്കേ, 10 തെറ്റിച്ചവരൊന്ന് കൈ നോക്കിക്കേ. ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ. തെറ്റിച്ചവരെന്ന് ഉദ്ദേശിക്കുന്നത് തെറ്റിച്ചവരും അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്യാതിരുന്നവരും. ഓക്കെ. ഇനി നിങ്ങൾ പറഞ്ഞേ, നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല. സോ യു ക്യാൻ സി 2 ടേംസ് ഹിയർ. എന്താ, അലോജനിക് ആൻഡ് ഓട്ടോജനിക്. സോ വാട്ട് ഈസ് അവർ ഫസ്റ്റ് തോട്ട്, അറിയില്ല. വാട്ട് ഈസ് അവർ ഫസ്റ്റ് തോട്ട്, എ ചാൻസ് ഓഫ് ഇന്റർചേഞ്ചിങ് അലോജനിക് വിത്ത് ഓട്ടോജനിക്. ഇനി വായിച്ചു നോക്കിക്കേ, വെൻ ലിവിങ് ഇൻഹാബിറ്റൻസ് ഓഫ് ദാറ്റ് ഗാമറ്റ് ഇറ്റ്സെൽഫ് bring about succession, is it allogenic or autogenic? ഓക്കെ, നിങ്ങൾ ആ ക്വസ്റ്റിന് പുറത്തോട്ട് പോകരുത്. ആ ക്വസ്റ്റിന് അകത്ത് തന്നെ ഉണ്ട് നമുക്ക് ആൻസർ ശരിയാക്കാം. അങ്ങനെയാണോ ചിന്തിച്ചത്? നമ്മൾ അലോജനിക് ഓട്ടോജനിക് ഒന്നും പണ്ടെപ്പോഴോ പഠിച്ചതാണ്. പക്ഷേ നമ്മൾ അതിന് ചിന്തിക്കേണ്ടത് എന്താണ്, യു ഡോണ്ട് നോ അബൌട്ട് വാട്ട് ഈസ് ദിസ്. നിങ്ങൾക്ക് സസഷൻ മാത്രമേ, എക്കോളജിക്കൽ സസഷനെ പറ്റി മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അപ്പോൾ യു ഹാവ് ടു തിങ്ക് ദിസ് വേ, ബട്ട് യു ഹാവ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അലോജനിക് ഓട്ടോജനിക്, ഈസ് ദർ എനി ചാൻസ് ടു മിസ്പ്ലേസ് ഇറ്റ്? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യുമ്പോൾ ഒരു ഗസ് അടിക്കുമല്ലോ. അപ്പോൾ എങ്ങനെ ഗസ് ചെയ്യണമെന്നാണ് ഈ പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് എഡ്യൂക്കേഷണൽ ഗസ്. അല്ലാണ്ട് നമ്മൾ പണ്ട് എക്സാമിന് ചെല്ലുന്നൊരു ABCD എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ, അതല്ല. ദാറ്റ്സ് നോട്ട് ദ ഗെയിം. ഇതിൻ്റെ ആൻസർ, ഇതിനകത്ത് ഞാനൊരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഹൗ മെനി ഓഫ് യു ടേക്ക് എ? ഈ ക്വസ്റ്റ്യൻ ആൻസർ ബോട്ടാണ്. ആൻസർ 11. നിങ്ങളുടെ ആൻസർ എന്താ? ബോട്ട് അല്ലാതെ വേറെ എന്തെങ്കിലും എടുത്തവരുണ്ടോ? A എടുത്തവരുണ്ടോ? C എടുത്തവരുണ്ടോ? നൺ എടുത്തവരുണ്ടോ? നണ്ണ് പൊതുവെ വളരെ റെയറായിട്ടാണ് UPSCയിൽ ആൻസർ കീയിൽ വരിക. നണ്ണ് വന്ന് കണ്ടിട്ടുണ്ടോ? അങ്ങനെ വളരെ റെയറാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. ഇതിനകത്ത് ഒരെണ്ണം ലോജിക്കലി തെറ്റായിരിക്കും. ഏതാണ് അതിൽ ലോജിക്കലി തെറ്റ്? എപ്പോഴും ഇത് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന മാത്രമല്ല പറയണേ, 11th ക്വസ്റ്റ്യനിൽ ലോജിക്കലി തെറ്റായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏതാ? ഡസ് നോട്ട് ബൈറ്റ് ഹ്യൂമൻസ്. കൊതുകിൻ്റെ കടി കൊള്ളാറില്ലേ? ഇനി ഇതിനകത്ത് എയും ബിയും ആണ് നിങ്ങൾ ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. എയ്തർ A or B. വെരി ഇമ്പോർട്ടൻറ്റ്. ഔട്ട് ഓഫ് ദിസ് A and B, വിച്ച് വൺ ഈസ് ബ്രോഡ്? ബ്രോഡ് ഏതാണ് ഇതിനകത്ത്? ഇറ്റ് ഡസ് നോട്ട് യൂസ് അവർ ബ്ലഡ് ഫോർ ദെയർ റീപ്രൊഡക്ഷൻ. ഇറ്റ് ഡസ് നോട്ട് ലീവ് ഓൺ ദ ഹോസ്റ്റ്.
ഹോസ്റ്റിൽ ജീവിക്കുവാണെങ്കിൽ അതിൻ്റെ റീപ്രൊഡക്ഷൻ എവിടെയായിരിക്കും? ഹോസ്റ്റിൽ ജീവിക്കുവാണെങ്കിൽ ആ പാരസൈറ്റിൻ്റെ റീപ്രൊഡക്ഷൻ എവിടെ തന്നെ ആയിരിക്കും? അവിടെ തന്നെ അല്ലേ? തലയിലെ പെയിൻ അല്ലേ ഒരു എക്സാമ്പിൾ അല്ലേ? അതിന് ഇംഗ്ലീഷ് പറയുന്നത് എന്ത് വരുന്നു? ലൈസ് അല്ലേ? അതെവിടെയാണ് അതിൻ്റെ റീപ്രൊഡക്ഷനും? അവിടെ തന്നെ അല്ലേ? സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? അപ്പം ഇതാണോ ഇതും എന്താണ് ആൻസർ ആവാം. ബട്ട് ഔട്ട് ഓഫ് ദിസ് വിച്ച് വൺ ഈസ് ബ്രോഡ്? ഇതാണ് അടുത്ത ഐഡിയ. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പം UPSC ഉണ്ടാവും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. PYQs ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. വാട്ട് യു ഹാവ് ടു ഡു? ഓൾ ദ ഓപ്ഷൻസ് നോക്കുക. ഇല്ലോജിക്കായിട്ട് നിങ്ങളുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോജിക് അല്ല എന്ന് തോന്നുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. ആൻഡ് ദെൻ വാട്ട് യു ഹാവ് ടു ഡു? Then from the remaining options, pick the one which is too broad. Okay, മനസ്സിൽ വെക്കേണ്ട ഐഡിയ ആണ്. ഓക്കെ, ദെൻ എക്കോളജിക്കൽ പിരമിഡ്. ആക്ച്വലി ഇതൊക്കെ കോൺസെപ്റ്റ് പഠിക്കേണ്ടതാണ്. ബട്ട് ഞാൻ കുറച്ച് അപ്രോച്ച് ഇവിടെ പറയുന്നുണ്ട് എന്ന് കരുതി അപ്രോച്ചിനെ മാത്രം റിലേ ചെയ്യരുത്. നിങ്ങൾക്കിത് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഇതൊന്നും അറിയില്ല എന്ന് പറയാനും പോലും പാടില്ല. എക്കോളജി പഠിക്കുമ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ ബേസിക് കാര്യങ്ങളാണിത്. So you have pyramid of numbers, pyramid of energy and pyramid of biomass. And I am asking you, pyramid of numbers may not always be upright. അതെല്ലാവരും നിങ്ങൾ ആ ഫിഗറൊക്കെ പഠിക്കേണ്ടതാണ്. പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബുക്ക് എടുത്താലും അതിലെല്ലാം കാണും എന്ത് ഈ കാര്യങ്ങൾ. ഓക്കെ, ഇറ്റ് മെയ് നോട്ട്, കാരണം ഇത് എപ്പോഴും അപ്രൈറ്റ് ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ഇൻവേർട്ടഡ് ഓൾസോ. സോ ദിസ് ഈസ് കറക്റ്റ്. pyramid of numbers does not completely define the tropic structure. Yes, കാരണം we have pyramid of numbers, pyramid of biomass, everything is there. അതിലൊന്നും മാത്രം കൊണ്ട് ഒന്നും പറ്റില്ല. ഓക്കെ, then grassland ecosystem is an example of upright pyramid of numbers. കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കുന്നതിന് ഗ്രാസ് ആണോ ഗ്രാസ് ഓപ്പർ ആണോ കൂടുതൽ? ഗ്രാസ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും ചിന്തിച്ചാൽ മതി അതിൻ്റെ ഉത്തരം ശരിയാക്കാനായിട്ട്. തെറ്റിച്ചവരുണ്ടാവും എന്ന് എനിക്കറിയാം. ഓക്കെ, നിങ്ങൾ തെറ്റിക്കുന്നവരുടെ പ്രശ്നം എന്താ? നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ എനർജി പിരമിഡ് പഠിച്ചിട്ടില്ല, അല്ല ഞാൻ പിരമിഡ് ഫ്ലോ പഠിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല എന്നുള്ള മനോഭാവത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ ക്വസ്റ്റിനെ. അങ്ങനെയാണ് UPSC ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടച്ച് ചെയ്യാൻ പറ്റില്ല. UPSC എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്താണ് നമ്മുടെ കംപ്ലീറ്റ്ലി ഉള്ളൊരു അറിവല്ല അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വേറെ എവിടെയെങ്കിലും പഠിച്ച പല കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പല ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നത്. ഇന്നത് ആവാം, ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു എഡ്യൂക്കേഷണൽ ഗസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു ഇത് മാറണം നമ്മുടെ മൈൻഡിൽ നിന്ന്. ഏത് ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ നോളജ് മാത്രമാണ് ഈ ഗെയിം എന്നുള്ളത് മാറണം. അപ്പോൾ നമ്മൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പേടി വരും. അങ്ങനെ പേടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ പേടിച്ചിരുന്നാൽ നിങ്ങളുടെ അറ്റംപ്റ്റ് 60-ലും 70-ലും വന്ന് നിൽക്കും. നിങ്ങൾ 60-ലും 70-ലും ക്ലിയർ ആവണം. നിങ്ങൾ അത്രമാത്രം എന്തായിരിക്കണം? ആക്യുറേറ്റ് ആവണം. നിങ്ങൾ 70 എണ്ണം ചെയ്തിട്ട് നിങ്ങൾ ക്ലിയർ ആവണം. നിങ്ങളുടെ 50 എണ്ണം എന്തായിരിക്കണം? 50 എണ്ണം ശരിയായിരിക്കണം അല്ലേ? ഇപ്പോഴത്തെ ഒരു കട്ട് ഓഫ് വെച്ചിട്ട് ലാസ്റ്റ് ഇയറിലെ. ഓക്കെ, നിങ്ങൾ 90 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 60 എണ്ണം ശരിയായി 30 എണ്ണം തെറ്റിക്കാം. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഗെയിം പോകുന്നത്. മനസ്സിലാവുന്നോ? ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. വാട്ട് ഈസ് ആൻസർ ഫോർ 12th ക്വസ്റ്റ്യൻ? സി. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അപ്രോച്ച് ഏതാണ്? നോളജ് വിതൗട്ട് നോളജ് എന്താണ് പറഞ്ഞേ? റിവേഴ്സ് ചെയ്യാം. മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് അറിയാമല്ലോ, വലുതാവുക. അക്യുമുലേഷൻ എന്താന്ന് പറഞ്ഞാൽ എന്താ? വായിച്ചു നോക്കി. അങ്ങനെയാണോ ചെയ്തേ? അതോ തെറ്റിച്ചാ? ഞാനിത് പഠിച്ചിട്ടില്ല, ഈ കോൺസെപ്റ്റ് പഠിച്ചിട്ടില്ല, ചെയ്തില്ല? ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? ബയോ മാഗ്നിഫിക്കേഷൻ അവിടെ വേർഡ് തന്നെ ഉണ്ട്. ഓക്കെ, എന്താ തെറ്റിച്ചാ? അങ്ങനെ ഒരു തെറ്റുണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാറ്റണം കേട്ടോ. അതെനിക്ക് 2 പ്രിലിംസ് അങ്ങനെ പറ്റിയിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാറും. ചിലവർക്കുള്ള പ്രശ്നം ഇതൊക്കെ. ഓക്കെ, ചിലവരിന്നും കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രിക്ക് അതിനൊരു ഐഡിയ പറഞ്ഞായിരുന്നല്ലോ. അത് ചെയ്യണം. അത് ചെയ്തില്ല, അതുകൊണ്ട് പറ്റിയതാണ്. അങ്ങനെ ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് തെറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് പോയി ചെയ്യുക. ഒരെണ്ണം നമ്മൾ ഇവിടെ തെറ്റിച്ചോ, എക്സാം ഹോളിൽ ഒരെണ്ണം അറിയാവുന്ന ഒരെണ്ണം മാറി കുത്തിയെന്ന് വെച്ചാൽ യു ആർ ലൂസിങ്. എത്ര മാർക്കാ? 2.66. ആ 2.66 ആയിരിക്കും നമ്മളെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇപ്പുറത്താക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ദിസ് ഈസ് എ പോസിബിലിറ്റി. എന്താണ്? മിസ്പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഡി. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ന്യൂട്രിയൻ സൈക്കിൾ. ന്യൂട്രിയൻ സൈക്കിൾ നമ്മൾ പഠിക്കേണ്ടതല്ലേ? പക്ഷേ ന്യൂട്രിയൻ സൈക്കിൾ പഠിക്കാണ്ട് ഈ ചോദ്യം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റത്തില്ലേ? ന്യൂട്രിയൻ സൈക്കിൾ പഠിക്കാണ്ട് ഈ ചോദ്യം ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയാവോ?
ലിസൺ. അതിനാണ് ഞാൻ പറഞ്ഞത്, അറിയാത്തൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് വായിക്കണം ഓരോ വേർഡും. നമ്മുടെ ഫൈറ്റിംഗ് ഏത് ക്വസ്റ്റ്യനുമായിട്ടാണ്? അറിയാത്ത ക്വസ്റ്റ്യനുമായിട്ടല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. മോസ്റ്റ് സെഡിമെൻ്ററി സൈക്കിൾസ് ആർ ജനറലി കൺസിഡേർഡ് ആസ് പെർഫെക്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കണം. സോ നമുക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമുക്കപ്പം ഈ ക്വസ്റ്റ്യൻ വായിച്ച ഒരാൾ, നിങ്ങൾ എൻവയോൺമെൻറ്റ് പഠിച്ചിട്ടില്ല, അവർ വായിച്ച ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദെയർ ആർ 2 സൈക്കിൾസ്. ഓക്കെ. പഠിച്ചിട്ടില്ലാത്ത ഒരാൾ ദെയർ ആർ 2 സൈക്കിൾസ്. എന്താണ്? സെഡിമെൻ്ററിയും ഗേഷ്യസും. ഓക്കെ, അത് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് അവരുടെ കീ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണോ എന്നുള്ളതാണ്. പെർഫെക്റ്റ്, ഇതിനകത്ത് ഏതാണ് പെർഫെക്റ്റ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സെഡിമെൻ്ററി സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേഷ്യസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ് ആണത്. ഓക്കെ. അതിൽ ഏറ്റവും ഫാസ്റ്റ് ഏതായിരിക്കും? ഗ്യാസ്. പെട്ടെന്ന് അടുത്തതിലോട്ട് മാറുന്നത് ഏതാണ്? ഗ്യാസ്. സോ അങ്ങനെയുള്ളതിനല്ലേ പെർഫെക്റ്റ് എന്ന് പറയേണ്ടത്, അല്ലേ? അങ്ങനെയുള്ളതിൻ്റെ അല്ലേ പെർഫെക്റ്റ് എന്ന് പറയേണ്ടത്. ഓക്കെ. ഇനി സെഡിമെൻ്ററി എന്തുകൊണ്ട് ഇംപെർഫെക്റ്റ് ആവുമെന്ന് വെച്ചാൽ റീസൺ അത് മാത്രമൊന്നുമല്ല. സ്റ്റോർ ചെയ്യുന്നു കുറേയൊക്കെ, കുറച്ച് എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല, കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നില്ല, റീസൈക്കിൾ ചെയ്യുന്നില്ല. അതൊക്കെയാണ് എൻ്റെ റീസൺ. പക്ഷെ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ആകെ അറിയാവുന്ന എന്താണ്? ദ വേർഡ് സെഡിമെൻ്ററിയും ഗേഷ്യസും. അപ്പോൾ അതിൽ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് എന്താണ്, ഗേഷ്യസ് ആണ് കുറച്ചുകൂടി ഫാസ്റ്റ്. സോ ഇതായിരിക്കാം പെർഫെക്റ്റ് ആവാനുള്ള സാധ്യത. സോ അപ്പം അതൊരു ലോജിക്ക്. സെക്കൻഡ് ലോജിക്ക് എന്താണ്? ചാൻസ് ഓഫ് മിസ്പ്ലേസ്. അപ്പോൾ ഇതെന്താണ്? തെറ്റ്. ഇനി നോക്കിക്കോണേ. ഫോസ്ഫറസ്, സൾഫർ, നൈട്രജൻ, ഇത് സെഡിമെൻ്ററി ആണോന്നാ? ഫോസ്ഫറസും സൾഫറും ഓക്കെ. നൈട്രജൻ സെഡിമെൻ്ററി അല്ല, ഗ്യാസ് ആണ്. നൈട്രജൻ ഒരു ഗ്യാസ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ക്ലിയർ ആണേ? ഒന്നുമില്ല, അതിൻ്റെ റിസർവെയർ ഭൂമിയിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സെഡിമെൻ്ററി. അതിൻ്റെ റിസർവെയർ അറ്റ്മോസ്ഫിയറിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഗേഷ്യസ്. അതാണ് അതിൻ്റെ നോളജ് സൈഡ്. ഓക്കെ. നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ക്രാക്ക് ചെയ്യുമെന്ന് നോക്കിയല്ലേ? വേർഡ്. ഓക്കെ. എൻവയോൺമെൻറ്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. നല്ല ശ്രദ്ധിച്ച് വായിച്ചാൽ എൻവയോൺമെൻറ്റ് നമ്മുടെ നോളജ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം മാർക്ക് നമുക്ക് കിട്ടും. അതാണ് എൻവയോൺമെൻറ്റിൻ്റെ പേപ്പറിൻ്റെ ഒരു പ്രയോജനം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എനിവൺ, എന്താണ് അതിൻ്റെ ആൻസർ? അപ്പം ഡി. ഈ ക്വസ്റ്റ്യൻ വിതൗട്ട് നോളജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എൻ്റെ ആൻസർ എത്രയാണ്? 15. സി ആണ് ആൻസർ. ഇത് സി കിട്ടാത്തവരൊന്ന് കൈവക്കിക്കേ, ധൈര്യമായിട്ട് കൈവക്കുക. റിസ്ക് എടുത്തോളൂ. ഇത് ഞാൻ ഇവിടെ പരീക്ഷ ഇട്ടിട്ട് മാർക്ക് വല്ല ബോണസ് മാർക്ക് വല്ലതും തരുമെന്ന് പറഞ്ഞായിരുന്നോ? അവാർഡ് വല്ലതും തരുമെന്ന് പറഞ്ഞാരല്ലോ? ഇല്ലല്ലോ. ഓക്കെ. പിന്നെന്താണ് പ്രശ്നം? മാർക്ക് പറഞ്ഞാൽ നമുക്കൊരു പേടിയല്ലേ? അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഈ ടെസ്റ്റ് നമ്മൾ മുടക്കുന്നതിൻ്റെ മെയിൻ കാരണം അതാ. എന്ത് വില കൊടുത്ത് നമ്മൾ ഇനിയിപ്പോൾ നെഗറ്റീവ് മാർക്സ് ആണെങ്കിലും ശരി തന്നെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ടെസ്റ്റും ചെയ്തിരിക്കും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മിനിമം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് എക്സാം ഹോളിൽ പോവുള്ളൂ. അല്ലാണ്ട് തോറ്റു എന്ന് പറയരുത്. ഓക്കെ. സി, നമുക്ക് മീഥെയ്ൻ ഹൈഡ്രേറ്റ്സിനെ പറ്റിയിട്ടാണ് ചോദ്യം. കേട്ടിട്ട് പോലും ഇല്ലയെന്ന് കരുതുക. മീഥെയ്നും ഉണ്ടെന്ന് മനസ്സിലായി. മീഥെയ്ൻ കേട്ടിട്ടുണ്ടാവും, ഹൈഡ്രേറ്റ്സും കേട്ടിട്ടുണ്ടാവും. ഈ 2 കാര്യങ്ങളെ പറ്റി മാത്രമേ ധാരണയുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടില്ലെന്ന് വെച്ചോളുക. ഞാനും വായിച്ചിട്ടില്ല, പത്രത്തിലും കണ്ടിട്ടില്ല. മീഥെയ്ൻ ഹൈഡ്രേറ്റ്സ് ആർ ഫോംഡ് വെൻ ഹൈഡ്രജൻ ബോണ്ടഡ് വാട്ടർ ആൻഡ് മീഥെയ്ൻ ഗ്യാസ്. അവിടെ ഒന്നും നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. മീഥെയ്നും ഹൈഡ്രജനും, നിങ്ങൾ അവിടെ നിന്ന് ഇനി ഹൈഡ്രജൻ ആണോ അതോ നൈട്രജൻ ആണോ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇവിടെ ഓൾറെഡി ഹൈഡ്രേറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അറിഞ്ഞുകൂടാമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഈ പറയുന്നത്? അറ്റ് ലോ പ്രഷർ ഡ്യൂ ടു ഡെപ്ത് ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും എന്താ പറയുന്നത്? ഹൈ ടെമ്പറേച്ചർ ഈസ് ദെയർ, ലോ പ്രഷർ ഈസ് ദെയർ, ഡെപ്ത് ഈസ് ദെയർ. ഡെപ്ത് കൂടുന്തോറുവേ ഓഷ്യനിൽ പ്രഷർ കുറയുവാണോ കൂടുവാണോ? എന്താണ് ഒരു ബേസിക് ഐഡിയ ഇല്ലേ നമുക്ക്? ആഴം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുവാണോ കുറയുവാണോ? കടലിൻ്റെ അടിയിൽ നല്ല ചൂടായിരിക്കും അല്ലേ? എന്താ സൺലൈറ്റ് ഒരു ഫോട്ടിക് സോൺ എന്നൊക്കെ പഠിച്ച് നിങ്ങൾ പഠിക്കുമായിരിക്കും. പഠിച്ചില്ലെങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ കാണും. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ട്? കോൺസെപ്ച്വൽ എറർ ഉണ്ട്. ഹൈ ടെമ്പറേച്ചർ ഡെപ്തിലില്ല അല്ലേ? ഇനി അവിടെ ഹൈ പ്രഷറാണോ ലോ പ്രഷറാണോ? ഹൈ പ്രഷർ. മീഥെയ്നും അല്ല അവിടുത്തെ കീവേഡ്, ഹൈഡ്രേറ്റും അല്ല ഹൈഡ്രജനും അല്ല അവിടുത്തെ കീവേഡ്. എന്തായിരുന്നു?
ഈ ലോ പ്രഷർ ആയിരുന്നു എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാൻ നിങ്ങളെ എളുപ്പം ക്വസ്റ്റ്യനെ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. ഇവിടെ തന്നെ ഇട്ടിട്ടുമുണ്ട് ഡ്യൂ ടു ഡെപ്ത് എന്ന്. ഓക്കെ അല്ലേ? ഇനിയും ഇത്രയും സ്ലോയിൽ വായിക്കണമെന്ന് ഈ പറയുന്നത് അല്ല. നിങ്ങൾ ഞാൻ ഒരാളോട് പറഞ്ഞായിരുന്നു, ഈ ഒരുപാട് സ്പീഡിൽ വായിച്ച് തെറ്റിക്കുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നോട് ഒരാൾ ആരായിരുന്നു? ആരായിരുന്നു? അപ്പം ഞാൻ ഒരു ഐഡിയ പറഞ്ഞില്ല, അടുത്ത ടെസ്റ്റ് തൊട്ട് ഇത്തിരി പതിയെ ചെയ്താൽ മതി, ചെയ്യുന്നത്ര അങ്ങനെ ചെയ്തായിരുന്നോ? ചുമ്മാ പറഞ്ഞാന്ന് വിചാരിച്ചു. ശരി, എന്ത് സിമ്പിളായിട്ടാണെന്ന് നോക്കി പറഞ്ഞത് ഞാൻ ചെയ്തില്ല. ദേ ആർ ഇൻ ദ ഫോം ഓഫ് ക്രിസ്റ്റലൈൻ ഐസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ മീഥെയ്ൻ. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്നോട് അത് പറയൂ. നിങ്ങളിത് ചെയ്യുമ്പം നിങ്ങളത് തെറ്റാണെന്ന് പറയുന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരി, പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ശരിയല്ലേ തെറ്റ്. ഓക്കെ, അപ്പോൾ തെറ്റാണെന്ന് ചിന്തിക്കുന്നവർ എന്തുകൊണ്ടാണ് അത് തെറ്റായിട്ട് ചിന്തിച്ചതെന്ന് പറ. ക്രിസ്റ്റലൈൻ ഐസ് അല്ല, ഐസ് ആണെങ്കിൽ ക്രിസ്റ്റൽ അല്ലേ അത്? പിന്നെ എന്താണ് ചിന്തിക്കുന്നത്? ഇവിടുത്തെ കീവേഡ് എന്താണ്? ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ മീഥെയ്ൻ മോളിക്യൂൾ. ഇതല്ലേ സറൗണ്ടഡ് ബൈ എ കേജ് ഓഫ് ഇന്റർലോക്കിംഗ്. ഇതൊക്കെ കാണുമ്പോഴതൊരു ഐസാണെന്ന് മനസ്സിലായില്ലേ? അത്രേ. അല്ല, ഐസ് അല്ലെങ്കിൽ പിന്നെ എന്താന്ന് വിചാരിച്ചത്? അങ്ങനെ അങ്ങ് ഓവർ തിങ്ക് ചെയ്യരുത്. എൻവയോൺമെന്റ് ക്വസ്റ്റ്യനിൽ അത്രയും ഡീപ്പായിട്ട് എന്ത് ചെയ്യില്ല, അത്രയും ഡീപ്പായിട്ടൊന്നും മിസ്പ്ലേസ് ചെയ്യില്ല. അതൊക്കെ പൊളിറ്റിയിലും എക്കണോമിയിലും ഒക്കെ ചോദിക്കാം. എൻവയോൺമെന്റിൽ ഇനി മീഥെയ്ൻ ആണോ ഹൈഡ്രജൻ ആണോ? കാരണം ബിക്കോസ് എൻവയോൺമെന്റ് ഒരു ബേസിക്കലി ഒരു സയൻസ് സബ്ജക്റ്റ് അല്ലേ. അപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അതുകൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു UPSC എന്ത് ചെയ്തിട്ടില്ല ഇന്ന് വരെ. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് UPSC എക്സാം കൊടുക്കാറില്ല പൊതുവെ. അത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ബട്ട് പൊളിറ്റി എല്ലാവർക്കും ഒരുപോലെ പഠിക്കേണ്ട. അതുകൊണ്ടാണ് പൊളിറ്റി കോംപ്ലിക്കേറ്റഡ് ആകുക. എക്കണോമി മനസ്സിലാവുന്നുണ്ടോ? സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ആപ്ലിക്കേഷൻ ഒരുപാട് ചോദിക്കുമോ? ഇല്ല. അപ്പോൾ ഒരു ബേസിക് ക്ലാരിറ്റിയാണ് അവിടെയൊക്കെ വേണ്ടത്. മീഥെയ്ൻ ഹൈഡ്രേറ്റ് എന്താണെന്നുള്ളൊരു ബെസ്റ്റ് ഐഡിയ മതി അവിടെ. ദെൻ ആർ ഓൾസോ ട്രാപ്ഡ് ഇൻ. ഇതൊക്കെ കാണുമ്പോൾ ഈ ഫ്രോസൺ സോയിലൊക്കെ കാണുമ്പോൾ തന്നെ ഇത് ഐസാണെന്ന് ഉദ്ദേശിക്കാമായിരുന്നു കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ആൻസർ? 2 and 3. ഇതെന്ത് ഞാൻ വിട്ടിട്ടെ? ഇതെന്ത് ഞാൻ തെറ്റിട്ടെ? അന്നേരത്തേക്ക് ഞാനങ്ങ് തെറ്റിട്ടോ അവിടെ അല്ലേ? ഓക്കെ, ശരി. തെറ്റാണെന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താണ്? തെറ്റെന്നെടുത്തവർ എന്തുകൊണ്ട് തെറ്റാണെന്ന് ചിന്തിച്ചു? ഓക്കെ, ക്ലിയർ.